ലേണേഴ്സ് ചോദ്യാവലിൻ്റെ ലെവൽ 10 ആണ് ഇനി നോക്കുന്നത്. ഒരു ഇലക്ട്രിക് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പച്ച പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, പച്ച പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങൾ, പച്ച പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, വെള്ള പശ്ചാത്തലത്തിൽ പച്ച അക്ഷരങ്ങൾ. ആൻസർ പച്ച പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ഇലക്ട്രിക് ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പച്ച പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, പച്ച പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങൾ, പച്ച പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, വെള്ള പശ്ചാത്തലത്തിൽ പച്ച അക്ഷരങ്ങൾ. ആൻസർ പച്ച പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ഒരു കാൽനട ക്രോസിങ്ങിന് സമീപം കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. ഹോൺ മുഴക്കി മുന്നോട്ട്, പതുക്കെ ഹോൺ മുഴക്കി കടന്നു പോകുക, വാഹനം നിർത്തി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് വരെ കാത്തിരിക്കുക, തുടർന്ന് മുന്നോട്ട് പോകുക. കാൽനട യാത്രക്കാർ വലതുവശത്താണെങ്കിൽ ഇടതുവശം ചേർന്നോ അല്ലെങ്കിൽ തിരിച്ചോ നിങ്ങൾക്ക് കടന്നു പോകാം. ആൻസർ വാഹനം നിർത്തി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നത് വരെ കാത്തിരിക്കുക, തുടർന്ന് മുന്നോട്ട് പോകുക. അടുത്ത ചോദ്യം നോക്കാം. ഒരു വാഹനം കാവലില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിങ്ങിനെ സമീപിക്കുമ്പോൾ അത് കടക്കുന്നതിന് മുൻപ് ഡ്രൈവർ. ഓപ്ഷൻസ് നോക്കാം. റോഡിൻ്റെ ഇടതുവശത്ത് വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങി റെയിൽവേ ട്രാക്കിലേക്ക് പോകുക, ഇരുവശത്തു നിന്നും ട്രെയിനോ ട്രോളിയോ വരുന്നില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മുന്നോട്ട് പോകുക, ഹോൺ മുഴക്കി കഴിയുന്നത്ര വേഗത്തിൽ ട്രാക്ക് മുറിച്ചു കടക്കുക, ട്രെയിൻ കടന്നു പോകുന്നത് വരെ കാത്തിരിക്കുക, വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക, ഇരുവശത്തു നിന്നും ക്രോസ് വഴിയും ട്രെയിനോ ട്രോളിയോ വരുന്നില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മുന്നോട്ട് പോകുക. ആൻസർ റോഡിൻ്റെ ഇടതുവശത്ത് വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങി റെയിൽവേ ട്രാക്കിലേക്ക് പോകുക, ഇരുവശത്തു നിന്നും ട്രെയിനോ ട്രോളിയോ വരുന്നില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മുന്നോട്ട് പോകുക. അടുത്ത ചോദ്യം നോക്കാം. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും? ഓപ്ഷൻസ് നോക്കാം. ടയർ വലിപ്പം നോക്കി, വാഹനത്തിൻ്റെ നിറമനുസരിച്ച്, വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി, MVDയുടെ വാഹനങ്ങൾ. ആൻസർ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി. അടുത്ത ചോദ്യം നോക്കാം. നടപാതയില്ലാത്ത റോഡിൽ കാൽനടയാത്രക്കാർ. ഓപ്ഷൻസ് നോക്കാം. റോഡിൻ്റെ ഇടതുവശത്തു കൂടി നടക്കണം, റോഡിൻ്റെ വലതുവശത്തു കൂടി നടക്കണം, റോഡിന് ഇരുവശവും നടക്കാം, കാൽനടയാത്രക്കാർക്ക് റോഡിലൂടെ നടക്കാൻ അനുവാദമില്ല. ആൻസർ റോഡിൻ്റെ വലതുവശത്തു കൂടി നടക്കണം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് വഴി നൽകേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. പോലീസ് വാഹനങ്ങൾ, ആംബുലൻസ്, ഫയർ സർവീസ് വാഹനങ്ങൾ, MVDയുടെ വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ. ആൻസർ ആംബുലൻസ്, ഫയർ സർവീസ് വാഹനങ്ങൾ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ഓവർടേക്ക് ചെയ്യാവുന്നത്? ഓപ്ഷൻസ് നോക്കാം. മലയിറങ്ങുമ്പോൾ, റോഡിന് ആവശ്യത്തിന് വീതിയുണ്ടെങ്കിൽ, മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ സിഗ്നൽ കാണിക്കുമ്പോൾ, എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ. ആൻസർ മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ സിഗ്നൽ കാണിക്കുമ്പോൾ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഡ്രൈവർ വാഹനം ഓടിക്കുന്നത്
ചേർന്നാണ്. ഓപ്ഷൻസ് നോക്കാം. റോഡിൻ്റെ വലതുവശം, റോഡിൻ്റെ ഇടതുവശം, റോഡിൻ്റെ മധ്യഭാഗം, റോഡിൻ്റെ ഏത് വശവും. ആൻസർ റോഡിൻ്റെ ഇടതുവശം. അടുത്ത ചോദ്യം നോക്കാം. രാത്രിയിൽ ഒരു വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് നോക്കാം. വാഹനം ലോക്ക് ചെയ്തിരിക്കണം. അത്തരം വാഹനം ഓടിക്കാൻ ലൈസൻസ് ഉള്ള വ്യക്തി ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കണം. പാർക്ക് ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ പാർക്ക് ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻസ് നോക്കാം. ലോ ബീം ഹെഡ് ലാമ്പുകൾക്കൊപ്പം മൂടൽ മഞ്ഞുള്ളപ്പോൾ, പൊടിയും കൊടുങ്കാറ്റും മഴയും മഞ്ഞും ഉണ്ടാവുമ്പോൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം. സീബ്ര ലൈനുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. നിർത്തുന്ന വാഹനം, കാൽനടയാത്രക്കാർക്കുള്ള ക്രോസിംഗ്, വാഹനത്തിന് മുൻഗണന നൽകിയതിന്, വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നു. ആൻസർ കാൽനടയാത്രക്കാർക്കുള്ള ക്രോസിംഗ്. അടുത്ത ചോദ്യം. ആംബുലൻസ് അടുത്തു വരുമ്പോൾ ഓപ്ഷൻസ് നോക്കാം. എതിർവശത്ത് നിന്ന് വാഹനങ്ങൾ ഇല്ലെങ്കിൽ കടന്നു പോകാൻ അനുവദിക്കുക, മുൻഗണന നൽകേണ്ടതില്ല, റോഡിൻ്റെ വശത്തേക്ക് വാഹനത്തെ ഒതുക്കി സ്വതന്ത്രമായി കടന്നു പോകാൻ അനുവദിക്കണം, ആംബുലൻസിനേക്കാൾ വേഗത്തിൽ വാഹനം ഓടിക്കാം. ആൻസർ റോഡിൻ്റെ വശത്തേക്ക് വാഹനത്തെ ഒതുക്കി സ്വതന്ത്രമായി കടന്നു പോകാൻ അനുവദിക്കണം. അടുത്ത ചോദ്യം നോക്കാം. ചുവന്ന ട്രാഫിക് ലൈറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. വാഹനം ജാഗ്രതയോടെ മുന്നോട്ട് പോകാം, വാഹനം നിർത്തുക, വേഗത കുറയ്ക്കൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ വാഹനം നിർത്തുക. അടുത്ത ചോദ്യം. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻസ് നോക്കാം. അത് മറ്റു ഗതാഗതത്തിന് അസൗകര്യമോ അപകടമോ ഉണ്ടാക്കാൻ സാധ്യതയുള്ളപ്പോൾ, മുന്നിലുള്ള വാഹനം വേഗത കൂട്ടുമ്പോൾ, മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ സിഗ്നൽ കാണിക്കുമ്പോൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം. ഒരു വളവിലേക്ക് അടുക്കുമ്പോൾ മറികടക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. അനുവദനീയമാണ്, അനുവദനീയമല്ല, ജാഗ്രതയോടെ അനുവദനീയമാണ്, എതിർദിശയിൽ നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. ആൻസർ അനുവദനീയമല്ല. അടുത്ത ചോദ്യം. മദ്യപിച്ച് വാഹനം ഓടിക്കൽ? ഓപ്ഷൻസ് നോക്കാം. സ്വകാര്യ വാഹനങ്ങളിൽ അനുവദിക്കും, രാത്രി സമയത്ത് അനുവദിച്ചിരിക്കുന്നു, എല്ലാ വാഹനങ്ങളിൽ നിരോധിച്ചിരിക്കുന്നു, ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ അനുവദിച്ചിരിക്കുന്നു. ആൻസർ എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. റിയർ വ്യൂ മിററിൻ്റെ ഉപയോഗം? ഓപ്ഷൻസ് നോക്കാം. ബ്ലൈൻഡ് സ്പോട്ട് കാണുന്നതിന്, പിന്നിൽ നിന്ന് വരുന്ന ഗതാഗതം നിരീക്ഷിക്കുന്നതിന്, പിൻ സീറ്റ് യാത്രക്കാരനെ കണ്ടതിന്,
മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ പിന്നിൽ നിന്ന് വരുന്ന ഗതാഗതം നിരീക്ഷിക്കുന്നതിന്. അടുത്ത ചോദ്യം നോക്കാം. ഓടുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഓപ്ഷൻസ് നോക്കാം. ബസ്സിൽ അനുവദനീയമാണ്, ഓട്ടോറിക്ഷയിൽ അനുവദനീയമാണ്, സൈഡ് ഫേസ് ആയിരിക്കുന്ന മോട്ടോർ സൈക്കിൾ പില്ലിയൻ റൈഡർക്ക് അനുവദനീയമാണ്, എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. ആൻസർ എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. ലാസ്റ്റ് ചോദ്യം. പാർക്കിംഗ് അനുവദനീയമാണ്. ഓപ്ഷൻസ് നോക്കാം. തിരിവുകളിൽ, നടപ്പാതകളിൽ, അവിടെ പാർക്കിംഗ് നിരോധിച്ചിട്ടില്ല, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ അവിടെ പാർക്കിംഗ് നിരോധിച്ചിട്ടില്ല. ഫിനിഷ് എന്നത് ക്ലിക്ക് ചെയ്യുക. ലെവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.